നമസ്കാരം. 2002 ഒക്ടോബർ 23 രാത്രി 9 മണി കഴിഞ്ഞാണ്. ആ സമയത്ത് മോസ്കോയിലെ ക്രെംലിൻ ഏരിയയിൽ നിന്ന് തെക്ക് കിഴക്കായിട്ട് ഒരു 4 കിലോമീറ്റർ മാറുമ്പോൾ ഡെബ്രക്കോവ ഏരിയയിൽ ഒരു തിയേറ്ററിൽ നോർഡ് ഈസ്റ്റ് എന്ന ഒരു മ്യൂസിക് ശില്പം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നാടകവും പാട്ടും ബാലയുടെ ചില വിശേഷങ്ങളൊക്കെ കൂടിച്ചേർന്ന ഒരു അടിപൊളി കലാരൂപമാണ് ആ തിയേറ്ററിൽ ആ സമയത്ത് നടക്കുന്നത്. അതിൻ്റെ 1ാം രംഗം കഴിഞ്ഞിരിക്കുകയാണ്. 2ാമത്തെ രംഗം തുടങ്ങാൻ പോവുകയാണ്. 2ാമത്തെ രംഗത്തിൽ ആ കൂറ്റൻ സ്റ്റേജിനകത്ത് ഒരു പ്ലെയിൻ വന്നിറങ്ങും. ആ കാഴ്ച കാണാനായി എൻ്റെ ജനവും ആകാംക്ഷയോടെ ആ തിയേറ്ററിലെ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവിടെ ആ തിയേറ്ററിന്റെ മുന്നിൽ ഒരു ബസ് വന്നു നിന്നു. ആ ബസ്സിനകത്ത് നിന്ന് ഏകദേശം ഒരു 40ഓളം വരുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. ആയുധധാരിയായ ആളുകൾ തിയേറ്ററിലെ കോറിഡോറിലേക്ക് കയറി വരുമ്പോൾ അകത്തുള്ള ആളുകളൊക്കെ ആ കാഴ്ച കണ്ടു. നാടകം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഒരു ത്രില്ല് ആ ആളുകളെ കണ്ടപ്പോൾ അകത്തിരിക്കുന്ന ആളുകൾക്ക് തോന്നുകയും ചെയ്തു. സെക്കൻഡ് രംഗത്തിന്റെ കർട്ടൻ ഇതാ ഉയരാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് കോറിഡോറിലൂടെ ആളുകൾ വരുന്നുവെന്ന് അകത്തുള്ള ആളുകൾ ധരിച്ച ആ സമയത്ത് അകത്തേക്ക് ആ കോറിഡോറിലൂടെ വന്ന ആളുകൾ ഒരാൾ അയാളുടെ കൈവശമുണ്ടായിരുന്ന ഗണ്ണ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച ആ ഗണ്ണിന്റെ ട്രിഗർ അയാൾ വലിച്ചതും വെടിയുണ്ടകളുടെ ഒരു വർഷം ആ തിയേറ്ററിന്റെ സീലിംഗിലേക്ക് ഇടിച്ചു കയറി. സീലിംഗിലേക്ക് വെടിയുണ്ടകൾ തറച്ചു കയറുന്ന രംഗവും ആ ശബ്ദവും അകത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു അമ്പരപ്പുണ്ടാക്കി. നാടകത്തിന്റെ ഭാഗമായിട്ട് സീലിംഗിലേക്ക് എന്തിനാണ് വെടിയുതിർക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം പലരുടെയും മനസ്സിലേക്ക് കയറി വന്നപ്പോൾ അവിടേക്ക് കയറി വന്ന ആ ആളുകൾ ആ തിയേറ്ററിനുള്ളിലേക്ക് പാഞ്ഞു കയറി. അകത്തുണ്ടായിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ആ 40 അംഗ സേന ആ തിയേറ്റർ പൂർണ്ണമായും വളഞ്ഞു. ആ തിയേറ്ററിൽ ആ സമയത്ത് നാടകത്തിന്റെ ഭാഗമായ ആളുകളും കാണികളുമായി ഏകദേശം 900ഓളം ആളുകളുണ്ട്. അവരെ ആയുധധാരികളായ ഒരു കൂട്ടം ആളുകളാണ് വളഞ്ഞത്. അവരുടെ കയ്യിൽ അസൾട്ട് റൈഫിളുകളുണ്ട്. അതേപോലെ തന്നെ ആ കൂട്ടത്തിലെ സ്ത്രീകളുടെ ഇടുപ്പിൽ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ആ ബെൽറ്റിലേക്ക് ബോംബുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. പലരുടെയും കൈകളിൽ ഗ്രനേഡുമുണ്ട്. അതിന് പുറമെയാണ് അവർ അകത്തേക്ക് കൊണ്ടുവന്ന എക്സ്പ്ലോസീവ്സിന്റെ ശേഖരം. ശരിക്കും അകത്തുള്ള ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ അതിനിടയിൽ ചില ആളുകൾ ചില നിർദ്ദേശങ്ങൾ ആ ആളുകൾക്ക് കൊടുത്തപ്പോൾ അവര് ഭയന്ന് വിളിക്കാതെ ആ തിയേറ്ററിൽ അവരവർ ഇരിക്കുന്ന കസേരയിൽ നിശബ്ദരായി ഇരുന്നു തുടങ്ങി. ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു രംഗത്തിനാണ് അവരൊക്കെ ഇപ്പോൾ സാക്ഷിയാകുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അവിടെ അവരെ വളഞ്ഞിരിക്കുന്ന ആളുകൾ ആരാണെന്നോ അവിടെ ഇരിക്കുന്ന കാണികൾക്ക് മനസ്സിലാക്കും മുമ്പ് ആ തിയേറ്ററിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്ന ചില ആളുകൾ തിയേറ്ററിന്റെ ബാക്ക് സ്റ്റേജ് വഴി പുറത്തേക്ക് ഓടി. തിയേറ്ററിന്റെ പുറകിൽ നല്ല പൊക്കമുള്ളൊരു മതിലുണ്ട്. ആ മതിലിൽ ഒരു പരുവത്തിൽ വലിഞ്ഞു കയറി പുറത്തേക്ക് ചാടി ഓടിയ ആളുകൾ മെയിൻ റോഡിലേക്ക് ഓടിയെത്തി അവിടെ കണ്ട ആളുകളോടൊക്കെ വിവരം പറഞ്ഞു. പെട്ടെന്ന് ആ ന്യൂസ് മോസ്കോയിൽ എമ്പടങ്ങ് പരക്കുകയാണ്. ഈ സമയത്ത് അകത്ത് ആ കറുത്ത വസ്ത്രം ധരിച്ച 40ഓളം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ആ കൂട്ടം അകത്തുള്ള ബന്ദികളോടായി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ തടവിലാണ്. റഷ്യൻ സർക്കാർ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് പിന്മാറിയാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ ജീവനോട് വിടത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞങ്ങൾ കൊല്ലും. അങ്ങനെ ഒരാൾ പറഞ്ഞതും ബാക്കിയുള്ള ആളുകൾ ചെച്നിക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. അപ്പോഴാണ് ആ തിയേറ്ററിനകത്തുണ്ടായിരുന്ന കാണികൾക്കും പെർഫോം ചെയ്യുന്ന ആളുകൾക്കും ശരിക്കും കഥയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാകുന്നത്. സോവിയറ്റ് യൂണിയൻ അനവധി കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യ എന്ന രാജ്യമുണ്ടായി. ആ രാജ്യത്തിൽ ചെറുതും വലുതുമായ ഒത്തിരിയേറെ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ ഒരെണ്ണം ചെച്നിയാണ്. ആ ചെച്നിയിൽ ഭൂരിപക്ഷവും മുസ്ലിം വിശ്വാസം ഉള്ള ആളുകളാണ്. ആ മുസ്ലിം വിശ്വാസമുള്ള ആളുകൾക്ക് സമീപത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ പോലെ സ്വതന്ത്രമാകണമെന്ന് ഒരു താല്പര്യമുണ്ട്. കാക്കസ് ഏരിയയിൽ ഈ അർമേനിയയും അസർബൈജാനൊക്കെ ആ ശൈലിയിലുള്ള രാജ്യങ്ങളാണല്ലോ. അവരെ പോലെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ള ചെച്നിയിലെ മുസ്ലിം സമുദായം പതുക്കെ പതുക്കെ ഒരു സെപ്പറേറ്റ് രാഷ്ട്രം എന്നുള്ള ഒരു മുദ്രാവാക്യം പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ അത് ഒരു വിഘടനവാദമായി ബോധ്യപ്പെട്ട റഷ്യ അവിടേക്ക് അവരുടെ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ആ കേന്ദ്രസേനയുടെ വിന്യാസം ശരിക്കും വിനാശകരമായ ഒരുപാട് ഫലങ്ങൾ അവിടെ ചെച്നിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെച്നിക്കകത്തുള്ള റിബലുകളും റഷ്യൻ സൈന്യം തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. ചെച്നിയൻ റിബലുകൾ പലപ്പോഴും റഷ്യൻ സേനയ്ക്കും റഷ്യയുടെ മറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കുമെതിരെ ചാവേർ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് കോൺവേകൾ ആക്രമിക്കുക,
ബിൽഡിങ്ങുകളിലേക്ക് ഇരച്ചു കയറി ചാവേർ സ്ഫോടനം നടത്തുക, കാർ ബോംബ് സ്ഫോടനം നടത്തുക, അണ്ടർഗ്രൗണ്ട് റെയിൽവേയിൽ സ്ഫോടനം നടത്തുക, സ്കൂളുകളിലേക്ക് ഇരച്ചു കയറി കുട്ടികളെയും രക്ഷിതാക്കളെയും വെടിവെച്ചു കൊല്ലുക. അങ്ങനെയുള്ള അനവധി തീവ്രവാദി പ്രവർത്തനങ്ങളാണ് ഈ ചെച്നിയുടെ ആ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവരുമായി കണക്ഷനുള്ള ഒരു ടീമാണ് ഇപ്പോൾ ഈ മോസ്കോയിലെ ഡെബ്രക്കോവ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. പെട്ടെന്ന് ഈ കഥ എല്ലാ മേഖലയിലേക്കും അറിഞ്ഞു. മോസ്കോയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള രക്ഷാസേന ആ നിമിഷത്തിൽ അവിടെ ആ ഡെബ്രക്കോവ മേഖലയിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ട്. സുരക്ഷാസേന ആ തിയേറ്ററിന്റെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ ഏകദേശം 90ഓളം ആളുകൾ ആ തിയേറ്ററിലെ പുറകുവശത്തെ വാതിൽ വഴി മതിൽ ചാടി രക്ഷപ്പെടുകയോ ഒളിക്കുകയോ ചെയ്തിട്ടുണ്ട്. അവർ വഴിയാണ് അകത്ത് എത്രത്തോളം ആളുകളുണ്ട് എന്നതിൻ്റെ ഒരു സൂചന പുറത്തുള്ള സുരക്ഷാ സേനയ്ക്ക് കിട്ടുന്നത്. വിവരമറിഞ്ഞിട്ട് സകല മേഖലയിൽ നിന്നും ചാനലുകളും ആ ഭാഗത്തേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ്. പത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന റിപ്പോർട്ടേഴ്സും ചാനലുകളെ പ്രതിനിധീകരിക്കുന്ന ചാനൽ ക്യാമറമാന്മാരുമായി ആ തിയേറ്ററിന്റെ സമീപത്ത് ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അവരെയും തിയേറ്ററിനും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി സുരക്ഷാ സേന അതിനിടയിൽ ഒരു ബാരിക്കേഡ് ഒരുക്കി. അകത്ത് ആ സമയത്ത് ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്ന ആളുകൾ അവിടെയുള്ള ബന്ദികളോട് പറഞ്ഞു, ഇതിനകത്തുള്ള ഫോറിനേഴ്സിനെ ഞങ്ങൾ ഒരു തരത്തിലും ആക്രമിക്കത്തില്ല. ഞങ്ങളുടെ എതിർപ്പ് റഷ്യക്കാരോട് മാത്രമാണ്. ഫോറിനേഴ്സായി അകത്തുള്ളത് മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈന്റെ ആളുകളും റഷ്യക്ക് സമീപത്തുള്ള മറ്റ് സ്വതന്ത്ര റിപ്പബ്ലിക്കിലെ ആളുകൾക്കും പുറമെ നെതർലൻഡ്സിലെയും UK-ലെയും US-ലെയും ജർമ്മനിയിലെയും ഒക്കെ ആളുകളുണ്ട്. വളരെ പേര് കേട്ട ഒരു നൃത്ത നാടക ആവിഷ്കാരമാണ് ഈ നോർഡ് ഓസ്റ്റ് എന്ന് പറയുന്നത്. അത് കാണുക എന്നുള്ളത് കലയുമായി ബന്ധമുള്ള ആളുകളുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ അവർ മോസ്കോയിൽ എത്തുകയാണെങ്കിൽ, ആ ഷോ ഉള്ള ദിവസമാണെങ്കിൽ ഉറപ്പായും ടൂറിസ്റ്റുകൾ ആ ഷോ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഷോ കാണാനായി എത്തിയ ആളുകളാണ് ഇപ്പോൾ ആ തടവുകാരുടെ പിടിയിലായിരിക്കുന്നത്. അകത്തുള്ള ഫോറിനേഴ്സിനെയും റഷ്യക്കാരെയും തമ്മിൽ വേർതിരിക്കാനായി ആ ചെച്നിയൻ റിബലുകൾ ആ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള പാസ്പോർട്ട് ആയിരിക്കും നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. വിദേശ പാസ്പോർട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഉറപ്പായും മോചിപ്പിക്കും. തിയേറ്ററിനകത്ത് ഫോറിനേഴ്സിന് ആശ്വാസകരമായ ഒരു ഡയലോഗാണ് ആ ഭീകരന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന മോവ്സർ ബാരയോവ് പറഞ്ഞത്. ഈ മോവ്സർ ബാരയോവ് എന്ന് പറയുന്നത് സ്വതന്ത്ര ചെച്നിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റിബൽ നേതാവ് RB ബാരയോവിന്റെ അനന്തരവനാണ്. അയാള് ആ അകത്തുള്ള ബന്ദികളെ അനങ്ങാൻ വിടാതെ അവർക്ക് ചുറ്റുമായി എക്സ്പ്ലോസീവ്സിന്റെ ഒരു നിര തന്നെ അയാളുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് പതുക്കെ പതുക്കെ നിരത്തി വരികയാണ്. ആരെങ്കിലും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചാൽ അവരുടെ മരണം ഉറപ്പാണ്. ഇതിനിടയിൽ പലർക്കും ഭയം കൊണ്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. സമീപത്ത് നിൽക്കുന്ന ഭീകരന്മാരോട് ആ കാര്യം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ ഉടൻ ഒരു അടിപൊളി സംവിധാനം ആ ആവശ്യത്തിന് വേണ്ടി അവിടെ സജ്ജീകരിക്കപ്പെട്ടു. ഈ തിയേറ്ററുകളുടെ മുൻഭാഗത്ത് കാണികൾക്കുമിടയിലായി ഒരു വലിയ കുഴിയുണ്ടാവും. ഓർക്കസ്ട്രയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആ കുഴിയിലാണ് സാധാരണ ഇരിക്കുക. ആ കുഴി ഒരു പ്രത്യേക ശൈലിയിലായിരിക്കും നിർമ്മിച്ചിരിക്കുക. ആ കുഴി ശരിക്കും ഒരു പ്ലാറ്റ്ഫോമാണ്. വേണമെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊക്കി കൊണ്ടുവന്ന് സ്റ്റേജിന് ഒപ്പം എത്തിക്കാം. അത് ശരിക്കും വിസ്താരമുള്ള ഒരു കുഴിയാണ്. ആ കുഴി ടോയ്ലറ്റായി ഉപയോഗിക്കാനാണ് അവിടെയുള്ള ബന്ദികൾക്ക് അവരെ ബന്ദികളാക്കിയ ആ റിബലുകൾ കൊടുത്ത നിർദ്ദേശം. ആ രാത്രിയിൽ പലരും ഭയന്ന് മൂത്രമൊഴിക്കാനായി ഗത്യന്തരമില്ലാതെ ആ ഓർക്കസ്ട്ര പിറ്റ് തന്നെ ഉപയോഗിച്ചു തുടങ്ങി. തിയേറ്ററിനകത്ത് ഈ സംഭവവികാസങ്ങൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ വാർത്ത സ്വാഭാവികമായിട്ടും വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ശരിക്കും സെൻസേഷണലായ ഒരു സംഭവമാണ് അരങ്ങേറുന്നത്. വ്ളാഡിമിർ പുടിന്റെ പ്രസിഡന്റ് ബിൽഡിംഗിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ തിയേറ്റർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോസ്കോയുടെ ഹൃദയത്തിലാണ് ചെച്നിയൻ റിബലുകൾ കയറി തോട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ആ രാത്രിയിൽ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഈ ഷോ കാണാൻ പോയ ആളുകളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അഭ്യുദയകാംക്ഷികൾ ഒക്കെ വിവരം അറിഞ്ഞിരിക്കുകയാണ്. ആ തിയേറ്ററിനടുത്തേക്ക് പാഞ്ഞു വരുന്ന പോലീസ് വാഹനങ്ങൾ, ആളുകളുടെ വാഹനങ്ങൾ, ഇത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന പത്രക്കാരുടെ വാഹനങ്ങൾ, ഈ കാഴ്ചകളൊക്കെ കാണാനായി വരുന്ന മറ്റാളുകൾ എല്ലാവരും കൂടെ അവിടെ എങ്ങനെ തിങ്ങിക്കൂടിയപ്പോൾ ഒരു വൻ ആൾക്കൂട്ടമുണ്ടായി. ആ ആൾക്കൂട്ടം അവിടെ അങ്ങനെ കൂടിക്കൂടി വരുമ്പോഴേക്കും ആ തിയേറ്ററിന് ചുറ്റുമുള്ള ബാരിക്കേഡ് സുരക്ഷാ സേന ഒന്ന് ഉറപ്പിച്ചു തുടങ്ങി. അകത്തുള്ള ചെച്നിയൻ റിബലുകളുടെ ഡിമാൻഡ് എന്താണെന്ന് അതുവരെയും പുറത്ത് അറിഞ്ഞിട്ടില്ല. ആ ബിൽഡിങ്ങിലെ ഗ്ലാസുകളിലൂടെ തോക്കുമായി നിൽക്കുന്ന ആളുകളെ പുറത്ത് ദൂരെ നിന്ന് അവരെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന പത്രക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വിഷ്വലുകൾ ലൈവായിട്ട്
TV ചാനലുകൾ വഴി ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോസ്കോയിലെ ആ വിഷ്വലുകൾ ലോകമെമ്പാടും ആ സമയത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ തടവുകാരായി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ ആ കണക്റ്റഡ് വ്യക്തികളുടെ ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതാത് സർക്കാരുകൾ സ്വാഭാവികമായിട്ടും വ്ളാഡിമിർ പുടിന് മുകളിൽ പ്രഷർ ചെലുത്തുകയാണ്. TV വിഷ്വലുകളിൽ അകത്ത് ഒരുപാട് റിബലുകൾ ഉള്ളതിന്റെ സൂചന വ്യക്തമാണ്. TV ക്യാമറകളിലേക്ക് ആ ഭീകരന്മാരിൽ ഒരാൾ നോക്കുമ്പോൾ ഈ പത്രക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ കൈ കാണിച്ചു. പതുക്കെ അവർ തമ്മിൽ ഒരു ബന്ധം ബിൽഡായി വന്നു. അങ്ങനെ ഒരു ബന്ധം ചാനൽ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകളും ആ ഭീകരന്മാരും തമ്മിൽ ഉണ്ടായി വന്നപ്പോൾ ആ ഭീകരന്മാരുടെ നേതാവ് മോവ്സോർ ബാരയോവ് ഒരു വീഡിയോ കാസറ്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അയാൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ആ വീഡിയോ കാസറ്റ് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ വീഡിയോ കാസറ്റ് എറിയുന്ന ആക്ഷനുകൾ കാണിച്ചപ്പോഴേ പത്രക്കാരൻ ഒരാൾ മുന്നോട്ട് വരികയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. അയാളെ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അകത്ത് നിൽക്കുന്ന ഭീകരന്റെ റേഞ്ചിനുള്ളിലാണ്. പക്ഷെ അയാൾ ഒന്നും ചെയ്തില്ല. ആ ഒരു സംഭവം ഒരു ആശ്വാസം മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. മാധ്യമങ്ങൾക്കും ഭീകരന്മാർക്കും തമ്മിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ അവിടെ രൂപപ്പെട്ടതും ആ വീഡിയോ കാസറ്റ് അധികാരികൾ പ്ലേ ചെയ്തു. റഷ്യൻ സർക്കാർ ശരിക്കും മുൾമുനയിലാകുന്നത് ആ വീഡിയോ കാസറ്റ് റിലീസ് ചെയ്ത ആ നിമിഷം മുതലാണ്. ആ വീഡിയോയിൽ അവർ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. സർവശക്തനായ അള്ളാഹ് എല്ലാ ആളുകൾക്കും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ചെച്ചനിലെ ആളുകൾക്കും റഷ്യയിലെ ആളുകൾക്കും ആ അനുവാദമുണ്ട്. ഓരോ ജനതയ്ക്കും അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ചെച്ചനിയക്കാർക്കും റഷ്യക്കാർക്കും ഉള്ളതുപോലെ ആ അവകാശമുണ്ട്. ആ അവകാശമാണ് യഥാർത്ഥത്തിൽ റഷ്യ കവർന്നെടുത്തിരിക്കുന്നത്. റഷ്യ ചെച്ചനിയിലെ സാധാരണ ആളുകളെയാണ് കൊന്നൊടുക്കുന്നത്. അങ്ങനെ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഷെയ്ഖുമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്. ആ കൊലപാതകങ്ങൾ നടത്തുന്ന റഷ്യ തികച്ചും ക്രിമിനലായ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അവരുടെ ആ ക്രിമിനൽ ആക്ടിവിറ്റി സഹിക്കാവുന്നതിന്റെ പരിധികളെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് ചെച്ചനിയിലെ ചെറുപ്പക്കാർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ ആ തിരിച്ചടിക്കുന്ന ആളുകൾ ഭീകരവാദികളും ചെച്ചനിക്കാരെ കൊന്നൊടുക്കുന്ന റഷ്യക്കാർ ശരിയായ ആളുകളുമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഏതൊരു ജനതയും അവരാഗ്രഹിക്കുന്ന ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചെച്ചനിയക്കാർക്ക് മാത്രം അത് ലഭിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ അതെങ്ങനെ അനുവദിക്കാനാവും? റഷ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ക്രിമിനലായിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും തന്നെ ആ ക്രിമിനലിനെ നേരിടുന്നതിനിടയിൽ മരണമുണ്ടായാൽ അതിൽ ഒരു വിഷമവുമില്ല. മരിക്കാൻ റെഡിയായി തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഈ ഉദ്യമത്തിൽ പരാജയപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം. സാരമില്ല, ഞങ്ങളുടെ പുറകെ ഇനിയും ആളുകൾ എത്തും. അവർ റഷ്യയിൽ നിന്ന് ചെച്നിയ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ വളരെ വ്യക്തമായിട്ടാണ് ആ വീഡിയോയിൽ ആ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ചെച്നിയ എന്ന പ്രദേശത്ത് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ലോകത്തുള്ള എല്ലാ ജനതകൾക്കും അത്തരത്തിലുള്ള അർഹതയുള്ളപ്പോൾ ചെച്നിയക്കാർക്ക് മാത്രം ആ അർഹത ഇല്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മീനിങ് ആണ് ആ എൻറ്റയർ വീഡിയോയിലുമുള്ളത്. സ്വാഭാവികമായിട്ടും ആ വീഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ ലോകത്തിന് പല ഭാഗത്ത് നടക്കുകയാണ്. പക്ഷേ അതിലൊന്നും വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം കുലുങ്ങുന്നില്ല എന്നതാണ് സത്യം. അവർ അസന്നിഗ്ധമായി അവരുടെ അഭിപ്രായം വ്യക്തമാക്കി. ഒരു തരത്തിലും ചെച്നിയയിലെ ആ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ പറ്റില്ല. ചെച്നിയയുടെ സ്വാതന്ത്ര്യം റഷ്യയുടെ അഖണ്ഡതയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പുടിനും കൂടെയുള്ളവർക്കുമുള്ളത്. ചെച്നിയയിൽ നിന്നുള്ള സേനയുടെ പൂർണ്ണമായ പിന്മാറ്റമാണ് ആ ഭീകരന്മാരുടെ ആവശ്യം. ആ ആവശ്യം പറയുന്ന വേഗതയിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരോട് ജനാലയിൽ കൂടി സംസാരിക്കുന്ന പത്രക്കാർ അറിയിച്ചപ്പോൾ ആ ചെച്നിയൻ റിബലുകൾ അവരുടെ നിർദ്ദേശം ഒന്ന് പുതുക്കി. ചെച്നിയയിലുള്ള മുഴുവൻ സേനയും ഉടൻ പിന്മാറണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ പ്രധാന ഭാഗങ്ങളിലുള്ള സേനയെങ്കിലും പിന്മാറണം. അതോടൊപ്പം എയർ സ്ട്രൈക്ക് നിർത്തുകയും വേണം. ചെച്നിയ റഷ്യയുടെ ഭാഗമാണ്. റഷ്യയുടെ ഭാഗമായ ഒരു ഏരിയയിൽ റഷ്യ തന്നെ വിമാനാക്രമണം നടത്തുന്നത് ഒരു ശൈലിയിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് എയർ സ്ട്രൈക്ക് പൂർണ്ണമായി നിർത്തണമെന്ന് ആ ഭീകരന്മാർ വീണ്ടും ആവർത്തിച്ചു. അതോടൊപ്പം അവർ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം ആർട്ടിലറി ഗണ്ണുകളുടെ ചെച്നിയയിലെ ഉപയോഗമാണ്. ചെച്നിയൻ അതിർത്തിക്ക് ഇപ്പുറത്തു നിന്നും റഷ്യ ചെച്നിയയ്ക്കുള്ളിലേക്ക് ഭീകരന്മാരുടെ താവളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വൻതോതിൽ ആർട്ടിലറി ഗൺ ഉപയോഗിച്ചുള്ള അറ്റാക്ക് നടത്താറുണ്ട്. സ്വന്തം ജനതയാണ് ചെച്നിയൻ ജനത. എന്നിട്ട് പോലും പീരങ്കി ഉണ്ടകൾ വൻതോതിൽ ആ ഗ്രാമങ്ങളിലേക്ക് അയക്കാൻ
റഷ്യൻ പട്ടാളം ഒട്ടും മടി കാണിക്കാറില്ല. അത് പൂർണ്ണമായി നിർത്തണമെന്നാണ് തിയേറ്ററിനകത്ത് കയറിയിരിക്കുന്ന ആ റിബലുകൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം കൂടി ചെയ്യണം. പബ്ലിക്കായിട്ട് ചെച്ചനിയൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ജനങ്ങളോട് പറയുകയും വേണം. വീഡിയോയിൽ ആ ഡിമാൻഡുകൾ ഇങ്ങനെ കൃത്യമായി വന്നിരിക്കുകയാണ്. ആ എല്ലാ ഡിമാൻഡുകളും കേട്ടതിന് ശേഷമാണ് വ്ളാഡിമിർ പുടിൻ അതൊന്നും നടക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. വ്ളാഡിമിർ പുടിൻ അങ്ങനെ വ്യക്തമാക്കിയെങ്കിലും പല മധ്യസ്ഥരും എങ്ങനെയെങ്കിലും ഈ വിഷയം സോൾവ് ചെയ്യാനായി പുടിനെ കൊണ്ട് ഇതിൽ ഏതെങ്കിലും നടപ്പിലാക്കിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെച്ചനിയൻ റിബലുകളുടെ ആ ഡിമാൻഡിൽ ഇളവുണ്ടാക്കാനും ഒരു ശ്രമം നടക്കുകയാണ്. മധ്യസ്ഥർ പല മേഖലയുമായി അവിടെ എത്തിയിട്ടുണ്ട്. ബന്ദികളാക്കപ്പെട്ട ആളുകളുമായി കണക്ഷനുള്ള ആളുകൾ മാത്രമല്ല, സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ആളുകളും റഷ്യയിൽ തന്നെ താമസിക്കുന്ന വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളും ഒക്കെ ഈ പ്രശ്നം പരിഹരിക്കാനായി ക്രെംലിൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നെഗോഷിയേഷൻ ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുമ്പോൾ റഷ്യയുടെ സുരക്ഷാ സേന ആ ബിൽഡിങ്ങിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ തരത്തിലുമുള്ള സെൽഫോൺ സംഭാഷണങ്ങൾ അപ്പടി ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. ആ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് പുറത്തുള്ള ആളുകളുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതുവരെയും ആ ഭീകരന്മാർ തടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് പലർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ആ ഫോൺ നമ്പർ ടാപ്പ് ചെയ്തിരിക്കുന്ന സുരക്ഷാ സേനയ്ക്ക് അവരെന്താണ് സംസാരിക്കുന്നത് കൃത്യമായി കേൾക്കാം. ആ സംഭാഷണം ശ്രദ്ധിച്ച സുരക്ഷാ സേനയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഭീകരന്മാരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ ബുർഖ ധരിച്ചിരിക്കുകയാണ്. അവരുടെ ഇടുപ്പിൽ ബെൽറ്റുകൾ കെട്ടിയിട്ടുണ്ട്. ആ ബെൽറ്റിലൊക്കെ എക്സ്പ്ലോസീവ്സ് ഉണ്ട്. ഈ ഭീകരന്മാരുടെ സംഭാഷണം സൂക്ഷ്മമായി പഠിക്കുന്ന സുരക്ഷാ സേനയ്ക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. നോർത്ത് കാക്കസ് മേഖലയിലെ ആളുകളുടെ ഒരു സംഭാഷണത്തിന്റെ ചുവ അവരുടെ സംഭാഷണത്തിലുണ്ട്. ചെച്നിയക്കാരുടെ ഒരു സംഭാഷണമാണെങ്കിലും വളരെ തീവ്രമായ മുസ്ലിം മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മേഖലയുടെ സ്വാധീനം അവരുടെ ആ സംഭാഷണത്തിൽ കാണുന്നുണ്ട്. അകത്തുള്ള ആളുകളുടെ ആ മുസ്ലിം ഡോമിനന്റ് ഏരിയ എന്നുള്ള ഉച്ചാരണം ശ്രദ്ധിച്ച സുരക്ഷാ സേന അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ചെച്നിയയിലെ മുസ്ലിം മതവിഭാഗത്തിന്റെ ഏതാണ്ട് അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ കഴിയുന്ന മുഫ്തി മുഹമ്മദ് ഒരു കാര്യം വ്യക്തമാക്കി. അദ്ദേഹത്തിനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കോ ആ ഭീകര പ്രവർത്തനത്തെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പുറത്തു വന്നതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ചെച്നിയയിൽ നിന്ന് പല ആളുകളുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അവർക്ക് ആർക്കും തന്നെ ഈ റിബലുകളുമായി ബന്ധമില്ല എന്നാണ് അവരൊക്കെ വ്യക്തമാക്കിയത്. തികച്ചും നിരപരാധികളായ 900ഓളം ആളുകളെ ബന്ദികളാക്കി ചെച്നിയയ്ക്ക് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുന്ന ആ ഭീകരന്മാരുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പ്രമുഖ നേതാക്കളൊക്കെ ഒന്നൊന്നായി അധികാരികളെ അറിയിച്ചു തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ പ്രസ്താവനകളും ടിവികളിലൂടെയും പത്രങ്ങളിലൂടെയും അതിവേഗം പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട കുറച്ച് ആളുകൾ തികച്ചും ഭ്രാന്തമായി ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെന്ന് ലോകത്തെ ധരിപ്പിക്കാൻ റഷ്യ സ്വാഭാവികമായിട്ടും ഈ അഭിപ്രായങ്ങളെ നന്നായിട്ടൊന്ന് ഉപയോഗിച്ചു തുടങ്ങി. ആ തിയേറ്ററിനകത്ത് അന്തരീക്ഷം സ്ഫോടനാത്മകമാണ്. ശരിക്കും അതിനകത്തുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടെങ്കിലും ഭീകരന്മാർ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടുന്ന് പുറത്തേക്ക് ആ ഫോൺ വിളിക്കുന്ന ആളുകൾ വഴി പോയാൽ അവർ ആ നിമിഷം വധിക്കുമെന്ന് ഭീകരന്മാർ അവർക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചിട്ടാണ് ആളുകൾ അവരുടെ ബന്ധുക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ തിയേറ്ററിനകത്തെ ഓർക്കസ്ട്ര ഏരിയ ഈ സമയമായപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ടോയ്ലറ്റായി രൂപം മാറിക്കഴിഞ്ഞു. ഏകദേശം 900ഓളം ആളുകൾ ആ ബിൽഡിങ്ങിനകത്തുണ്ട്. അവരുടെയൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സ്ഥലമായി അതങ്ങ് മാറുമ്പോൾ ആ ഹാളിനകത്ത് ഒരു വല്ലാത്ത വിമർശനം ഉണ്ടാക്കുകയാണ്. ഈ സമയത്താണ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ മൊബൈൽ വഴി ഭീകരന്മാർക്ക് ലഭിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിരാകരിച്ചു എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായ ആരുടെയെങ്കിലും അടുത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷത്തിൽ ഭീകരന്മാർ വയലന്റായി പ്രതികരിക്കും. അവരുടെ പ്രതികരണത്തിന്റെ ശൈലി അനുസരിച്ച് ആ തിയേറ്ററിനകത്തുള്ള മൂഡ് മാറുകയും ചെയ്യും. ചില സമയത്ത് ആളുകളൊക്കെ ഭയന്ന് വിറയ്ക്കും, ചില സമയത്ത് അല്പം ശാന്തത ഉണ്ടാകും. അതെല്ലാം ഈ ഭീകരന്മാരുടെ മൂഡിനനുസരിച്ചിരിക്കുകയാണ്. ആളുകളെ ഇപ്പൊ കൊന്നുകളയുന്നൊക്കെ പറഞ്ഞ് അവർ തോക്കുമായി ചാടി വീഴുമ്പോൾ കുട്ടികൾ ഉറക്കെ കരഞ്ഞു തുടങ്ങും. അവരുടെ കരച്ചിൽ സ്വാഭാവികമായിട്ടും ആ തിയേറ്ററിനകത്ത് സകലരെയും വല്ലാതെ സ്തംഭിപ്പിക്കും. ഈ സംഭവവികാസങ്ങളൊക്കെ അകത്തരങ്ങേറുമ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി മാധ്യമപ്പട അവിടെ എല്ലാ സന്നാഹങ്ങളുമായി കാത്തിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുന്നിലായി സുരക്ഷാ സേനയുണ്ട്. സുരക്ഷാ സേന സമീപത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളും
ഇപ്പോൾ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ ബിൽഡിങ്ങുകളിലൂടെ അവർ ഈ തിയേറ്ററിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. 23-ാം തീയതി രാത്രി 9 മണിക്കാണ് ഈ ഭീകരന്മാർ തിയേറ്റർ കീഴടക്കിയത്. രാത്രി 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോൾ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന ഓൾഗ റൊമാനോവ എന്ന സ്ത്രീ എങ്ങനെയോ പോലീസിന്റെ ആ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് ഓടിക്കേറി. പോലീസിന്റെ ബാരിക്കേഡും തിയേറ്ററും തമ്മിൽ ഏകദേശം ഒരു 50 അടി വ്യത്യാസമുണ്ട്. ആ ദൂരം കവർ ചെയ്ത ഓൾഗ ആ തിയേറ്ററിനകത്തേക്ക് ഓടിക്കേറി കോർണറിലൂടെ ആ ഹോസ്റ്റേജസിന് അടുത്തേക്ക് ഓടിയെത്തി. ഹോസ്റ്റേജസിനെ നോക്കി അവൾ ഉറക്കെ അലറി, ഏയ്, നിങ്ങൾ ആരും ഈ ഭീകരന്മാരുടെ വാക്കുകൾക്ക് മുന്നിൽ പേടിക്കരുത്. എന്ത് വില കൊടുത്തും അവരെ പരാജയപ്പെടുത്തണം. നമ്മൾ റഷ്യക്കാർ ആരുടെയും പിന്നിലല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരമാണിത്. അങ്ങനെ ഓൾഗ പറഞ്ഞതും ആ ഭീകരന്മാരിൽ ഒരാൾ ഓൾഗയ്ക്ക് നേരെ നിറയൊഴിച്ചതും അതേ നിമിഷത്തിലാണ്. പുറത്ത് മാധ്യമ പടയും സെക്യൂരിറ്റി ഫോഴ്സും ആ വെടിവെപ്പിന്റെ ശബ്ദം കേട്ടു. അകത്ത് ഒരു ഹോസ്റ്റേജിനെ ആ ഭീകരന്മാർ വെടിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് പുറത്തുള്ള മാധ്യമ പടയ്ക്കും മധ്യസ്ഥർക്കും അതുപോലെ സുരക്ഷാ സേനയ്ക്കും ഉണ്ടായത്. ശരിക്കും ഓൾഗ എന്ന സമീപ താമസക്കാരി അവിടേക്ക് ഓടിക്കയറുത് ആരും കണ്ടിരുന്നില്ല എന്നാണ് സത്യം. ഭീകരന്മാർ ആ സംഭവം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞതും കുറെ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടു. നേരത്തെ അവർ പറഞ്ഞ വാക്ക് അവർ പാലിച്ചതാണ്. കുറേയേറെ ഫോറിനേഴ്സ്, മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ള ആളുകൾ, കുട്ടികൾ, സ്ത്രീകൾ, അങ്ങനെ ഒരു ടീമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. ഏകദേശം 200ഓളം ആളുകളെ ഭീകരന്മാർ വരിയായി പുറത്തേക്ക് വിട്ടു. പുറത്തേക്ക് വന്ന ആ ആളുകൾ വഴിയാണ് പുറത്തുള്ള മാധ്യമങ്ങളും സെക്യൂരിറ്റി ഫോഴ്സും ആ വിവരം അറിഞ്ഞത്. നേരത്തെ അവിടെ വെടിയേറ്റ് വീണത് അവരുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്നുള്ള കാര്യം. അകത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാത്തൊരാൾ വെടിയേറ്റ് വീഴുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെക്യൂരിറ്റി ഫോഴ്സിന് ആദ്യം കൊണ്ട് മനസ്സിലായില്ല. സെക്യൂരിറ്റി ഫോഴ്സ് ആ തിയേറ്റർ പൂർണ്ണമായും വളഞ്ഞ് ബാരിക്കേഡുകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഈച്ചയ്ക്ക് പോലും ആ ബാരിക്കേഡ് കവർ ചെയ്ത് അകത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് ഓടിക്കേറി അവിടെ വന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം അകത്തുണ്ടായിരുന്ന ഹോസ്റ്റേജസ് പോലീസിനോട് പറയുന്നത്. ആ വാർത്ത ഉടൻ തന്നെ ചാനലുകൾ ബ്രേക്ക് ചെയ്തു. അപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞു. 24-ാം തീയതിയായി. ഇതിനിടയിൽ ആ ചെച്ചനിയൻ നേതാവിന്റെ വീഡിയോ ഒരു വലിയ ചർച്ചയായി സകല ചാനലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പത്രങ്ങളിൽ ആ വീഡിയോയിലെ കണ്ടന്റിനോടൊപ്പം വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞതും സൂചിപ്പിച്ചിരിക്കുകയാണ്. നേരം പുലർന്നതോടുകൂടി പത്രങ്ങൾ വഴി ആ വാർത്തയുടെ വിശദ വിവരങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ ക്രെംലിൻ മേഖലയിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി. ഒരുപാട് ആളുകൾ മോസ്കോയിലേക്ക് ഇരച്ചെത്തിയപ്പോൾ അവിടെ ശരിക്കും ആ ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള വിഷയമായി മാറുകയാണ്. അവിടേക്ക് വരുന്ന ആളുകൾ പലരും കാണികളുടെ ഒരു മൈൻഡ് സെറ്റിലാണ്. ആ ആളുകളെ ഒഴിപ്പിക്കുന്ന രംഗം ലൈവായി കാണാൻ വേണ്ടിയാണ് പലരും ഓടിയെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും മറ്റ് ലോക നേതാക്കളും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി മോസ്കോയിൽ നിന്ന് തിരിക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര റദ്ദ് ചെയ്തു. യാത്ര റദ്ദ് ചെയ്ത പുടിൻ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുതിർന്ന ആളുകളുമായി ഈ വിഷയം ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പുടിന്റെ വക്താവ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. തിയേറ്ററിൽ ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്ന ആ ഭീകരന്മാരെ മുഴുവൻ റഷ്യയിൽ നിന്ന് പുറത്തു കടക്കാൻ പുടിന്റെ ഭരണകൂടം അനുവദിക്കും. അവർക്ക് റഷ്യയും ചെച്നിയും ഒഴികെയുള്ള ലോകത്തെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോകാം. അങ്ങനെ അവരെ പോകാൻ അനുവദിക്കണമെങ്കിൽ അവര് അകത്തുള്ള മുഴുവൻ ബന്ദികളെയും വിടണം. വളരെ സിമ്പിളാണ് റഷ്യയുടെ ഡിമാൻഡ്. അകത്ത് ആളുകളെ ബന്ദികളാക്കിയത് ഒരു വിഷയമാക്കി റഷ്യ എടുക്കത്തില്ല. ആ മുഴുവൻ ആളുകൾക്കും അവിടെ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും റഷ്യ ഒരുക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യാമെന്നും റഷ്യ സമ്മതിച്ചു. ചെച്നിക്ക് മുകളിലുള്ള ശക്തമായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാം. ആ ഭീകരന്മാരുടെ ആവശ്യങ്ങളോട് റഷ്യൻ സർക്കാർ അനുകൂലമായി ആദ്യമായി പ്രതികരിക്കുന്നത് ഒക്ടോബർ 24-ന്റെ ആ പകലിലാണ്. ഒക്ടോബർ 24-ന് രാവിലെ ഏകദേശം ഒരു 10 മണിയായപ്പോൾ റഷ്യൻ പാർലമെന്റിലെ അംഗവും പാട്ടുകാരനുമായ ജോസഫ് കോപ്സണുമായി സംസാരിക്കാൻ തിയേറ്ററിനകത്തുള്ള ഭീകരന്മാരുടെ നേതാക്കൾ തയ്യാറായി. ഒരു അനുരഞ്ജന ചർച്ച ശരിക്കും ഔദ്യോഗിക മേഖലയിലുള്ള ഒരാളുമായി ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ രാവിലെ 10 മണിക്കാണ്. ഇതോടൊപ്പം റെഡ് ക്രോസിന്റെ പ്രതിനിധികൾ സ്ഥലത്തുണ്ട്. അവരും ആ ചർച്ചയുടെ ഭാഗമായി. ആ ഭീകരവാദികൾ അവരുടെ ഡിമാൻഡുകൾ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ചെച്നിയിൽ നിന്നുള്ള റഷ്യയുടെ പൂർണ്ണമായ പിന്മാറ്റം അതേക്കുറിഞ്ഞ ഒന്നും അവരാഗ്രഹിക്കുന്നില്ല. സ്വതന്ത്ര ചെച്നിയ, അതാണ് അവരുടെ സ്വപ്നം. അതേസമയത്ത് റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന കോബ്ലവ് വളരെ വ്യക്തമായി റഷ്യൻ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. ആ ഭീകരവാദികളെ റഷ്യയിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തു പോകാൻ റഷ്യ സഹായിക്കും. അതല്ലാതെ ഒരു ഡിമാൻഡും അംഗീകരിക്കില്ല എന്ന് കോബലവ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉച്ചയ്ക്ക് 1:30 കൂടി
ഒരു ബ്രിട്ടീഷ് പൗരനെയും അത് കഴിഞ്ഞ് ഒരു സ്ത്രീയും 2 കുട്ടികളെയും കൂടി അവിടെ നിന്ന് അവർ മോചിപ്പിച്ചു. ഉച്ചയോടുകൂടി അനവധി പ്രമുഖർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരൊക്കെ ആ ചെച്ചിന് റിബലുകളുമായി അനുരഞ്ജന ചർച്ച നടത്താൻ തയ്യാറായാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ തയ്യാറായി എത്തിയ ആളുകളിൽ ഒരാൾ മുൻ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചോവാണ്. താൻ വേണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള മിഖായിൽ ഗോർബച്ചോവിന്റെ പ്രസ്താവന TV ചാനലുകൾ വഴി റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്തയെക്കുറിച്ച് ചെച്ചിൻ റിബലുകൾ അറിഞ്ഞു. അവർ പക്ഷേ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അനുരഞ്ജന ചർച്ച ഇന്റർനാഷണൽ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സുമായിട്ട് അവർ നടത്താം, അതുപോലെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബൗണ്ടറി എന്നുള്ള ആ സംഘടനയുമായിട്ട്. ഏത് സ്ഥലത്ത് യുദ്ധം നടക്കുമ്പോഴും ആ സംഘടനയുള്ള ഡോക്ടേഴ്സ് ആ രാജ്യങ്ങളിലേക്ക് ചെല്ലുകയും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ആ 2 ടീമും മിഡിൽമെൻ ആകുന്നതിൽ അവർക്ക് വിരോധമില്ല. ഈ സമയത്ത് റഷ്യൻ സുരക്ഷാ സേനയുടെ ഭാഗമായ FSB കേണൽ കോൺസ്റ്റന്റിൻ വാസിലോവ് ആ ബാരിക്കേഡ് കടന്ന് തിയേറ്ററിനടുത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയാണ്. വാസിലോവ് തിയേറ്ററിന് അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും തിയേറ്ററിനകത്ത് നിന്ന് അതിശക്തമായ ഫയറിംഗ് വാസ്ലുവിന്റെ സമീപത്തേക്ക് ഉണ്ടായി. വാസ്ലുവിന്റെ പുറത്തേക്ക് അവർ വെടിവെച്ചില്ല, പക്ഷേ വാസ്ലുവിന്റെ മുന്നിൽ തറയിലേക്ക് തുരുതുര വെടിവെച്ചതും വാസ്ലവ് തിരിഞ്ഞ് ആ ബാരിക്കേഡ് നേരെ ഓടി. ഒരാളെയും അനുവാദമില്ലാതെ തിയേറ്ററിനടുത്തേക്ക് വരാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ആ വെടിവെപ്പിലൂടെ ആ ഭീകരന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രംഗം അതുപോലെ ലൈവായി ചാനലുകൾ വഴി ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുകയും ചെയ്തു. അന്ന് ആ വെടിവെപ്പ് ഉണ്ടായെങ്കിലും 39 ആളുകളെ ആകെ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടു. ഫോറിനേഴ്സും കുട്ടികളും സ്ത്രീകളുമാണ് പുറത്തേക്ക് വന്നതിൽ ഭൂരിപക്ഷം ആളുകൾ. മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ള ആളുകളെയാണ് മിക്കവാറും ആ ഭീകരന്മാർ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നത്. മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ള റഷ്യക്കാരായിട്ടുള്ള ആളുകൾ അപ്പോഴും തിയേറ്ററിനകത്തുണ്ട്. അവരെ ആരെയും പുറത്തേക്ക് വിടുന്നില്ല. ആ കാര്യം മിഡിൽമെന്മാർ ഈ ഭീകരന്മാരെ ശ്രദ്ധപ്പെടുത്തിയതും അവർ മറ്റൊരു നിർദ്ദേശം ആ മിഡിൽമെന്മാരോട് പറഞ്ഞു. റഷ്യക്ക് അനുകൂലമായി നിലകൊള്ളുന്ന ചെച്ചിൻ സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ തലവനാണ് അഹമ്മദ് കാഡ്രോവ്. അഹമ്മദ് കാഡ്രോവ് ചെച്ചിനിൽ നിന്ന് മോസ്കോയിലെത്തി തിയേറ്ററിൽ അവരുമായി അനുരഞ്ജന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ അകത്തുള്ള ആളുകളിൽ നിന്ന് 50 റഷ്യക്കാരെ മോചിപ്പിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഭീകരന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ വിവരം സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ അഹമ്മദ് അറിഞ്ഞു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ചെച്ചിനിൽ നിന്ന് മോസ്കോയിലെത്തി അവന്മാരുടെ മുന്നിലേക്ക് ചെന്നാൽ അയാളെ അവന്മാര് പിടികൂടുമെന്നും തടവുകാരനാക്കുമെന്നും. അതുകൊണ്ട് തന്നെ അഹമ്മദ് ആ നിമിഷം തന്നെ അവരുടെ നിർദ്ദേശം തള്ളി. അഹമ്മദ് കാഡിറോവ് ആ ഭീകരന്മാരുടെ നിർദ്ദേശം തള്ളിയോടുകൂടി അവര് വിട്ടയക്കാം എന്ന് പറഞ്ഞ റഷ്യക്കാരുടെ കാര്യം അങ്ങനെ അവതാളത്തിലാവുകയും ചെയ്തു. 23-ാം തീയതി രാത്രി ഭീകരന്മാർ ആ ബിൽഡിങ്ങിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളുടെ ഭാഗമായി അകത്തുണ്ടായിരുന്ന ഒരു ഹോട്ട് വാട്ടർ പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നു. ആ വെള്ളം അവിടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് നന്നാക്കാനായി 24-ാം തീയതി ആളുകളെ വിട്ടുകൊടുക്കണമെന്നൊക്കെ ഭീകരന്മാർ പറഞ്ഞെങ്കിലും അത് നന്നാക്കാൻ വേണ്ടി അകത്തേക്ക് പോകാൻ ടെക്നീഷ്യൻസ് വിസമ്മതിച്ചു. ഇപ്പോൾ ആ ഹോട്ട് വാട്ടർ അവിടെ തിയേറ്ററിൽ വലിയൊരു വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 24-ന് രാത്രിയിലും ആ പൈപ്പ് നന്നാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ ഒക്ടോബർ 25 പുലർന്നു, 3-ാം ദിവസം. അന്ന് പ്രമുഖരായ ഒത്തിരിയേറെ ആളുകളാണ് തിയേറ്ററിന്റെ അടുത്തേക്ക് വന്നത്. അവരിൽ ചിലരൊക്കെ റഷ്യയിൽ എമ്പാടും പ്രസിദ്ധരാണ്. സിനിമാ മേഖലയിലുള്ള, സാംസ്കാരിക മേഖലയിലുള്ള, മാധ്യമ മേഖലയിലുള്ള അതിപ്രശസ്തർ നെഗോഷിയേഷൻ നടത്താൻ വേണ്ടി എത്തിയെങ്കിലും അതും അങ്ങോട്ട് ഫലവത്തായില്ല. ആ കൂട്ടത്തിൽ ഒരാൾ ജേർണലിസ്റ്റ് അന്ന പോൾക്കോവസ്കിയാണ്. അന്ന പോൾക്കോവസ്കിയ ശരിക്കും ആ നെഗോഷിയേഷന്റെ ഒരു നെടും തൂണായി മാറാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് 2 ഭാഗവും തമ്മിലുള്ള ചർച്ചയാണ്. 2 ഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു അനുരഞ്ജനം ഉണ്ടാവുക. പുടിന്റെ സർക്കാരും ചെച്ചിനിയൻ ഭീകരന്മാരും അവരവരുടെ സ്റ്റാൻഡുകളിൽ 25-ാം തീയതി ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്നയ്ക്ക് ആ 2 ടീമിനെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം അങ്ങോട്ട് വിജയിപ്പിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് തിയേറ്ററിന് പുറത്ത് ആ മെയിൻ റോഡിൽ അനവധി ജാഥകൾ രൂപം കൊള്ളുകയാണ്. അകത്തുള്ള ആ ബന്ദികളുടെ ബന്ധുക്കളും അഭ്യുദയകാംക്ഷികളും വൻതോതിൽ മോസ്കോയിലേക്ക് എത്തിയിരുന്നു. ആ മോസ്കോയിലേക്ക് എത്തിയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി അത് വൻ പ്രകടനമായി മാറി. അകത്തുള്ള ഹോസ്റ്റേജസിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനമാണ് നടക്കുന്നത്. ചെച്ചിനിയൻ ഭീകരന്മാർക്കെതിരെ ആ സമയത്ത് മുദ്രാവാക്യം മുഴക്കിയാൽ അവന്മാര് അകത്തുള്ള ഹോസ്റ്റേജസിനെ വെടിവെച്ചിടും. പുറത്തുള്ള പുട്ടിനെതിരെ മുദ്രാവാക്യം മുഴക്കിയാൽ പുട്ടിന്റെ ആളുകളും വെടിവെച്ചിടും.
ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് ശരിക്കും ആ പ്രകടനം ആളുകൾ നയിക്കുന്നത്. ചെകുത്താനും കടലിനിടയിൽ എന്നൊക്കെ പറയുന്ന ശൈലിയിലാണ് ആളുകൾ. പക്ഷെ അവർക്ക് അവരുടെ ബന്ധുക്കളെ രക്ഷിച്ചില്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ അവർ വ്ളാഡിമിർ പുടിന്റെ ഭരണത്തിനെതിരായി പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളും വിളിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളി നടക്കുന്നതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ തിയേറ്ററിനകത്ത് സംഭവിച്ചു. ഡോക്ടർ ലെയ്നാർഡ് റോഷലിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ സംഘം ആ തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചതാണ് അതിൽ ഒരു കാര്യം. ഭീകരന്മാർ അകത്തുള്ള പല ആളുകൾക്കും മെഡിക്കൽ എയ്ഡ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ലെയ്നാർഡിനെയും ടീമിനെയും അകത്തേക്ക് കയറാൻ അനുവദിച്ചത്. അകത്തുള്ള ആളുകൾക്ക് ആവശ്യമായ ചികിത്സകളൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന മരുന്നുകളൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തതിനു ശേഷം പുറത്തു വന്ന ലെയ്നാർഡിനെയും ടീമിനെയും മാധ്യമ പട അങ്ങ് വളഞ്ഞു. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് പുറത്തേക്ക് വരുന്ന ആളുകളാണല്ലോ. അകത്തുള്ള ആളുകൾക്ക് വലിയ കുഴപ്പമില്ലെന്നും അവരൊക്കെ ശാന്തരായി ഇരിക്കുന്നുവെന്നുമാണ് ലെയ്നാർഡ് പത്രക്കാരോട് പറഞ്ഞത്. അധികാരികളോടും ലെയ്നാർഡ് ആ കാര്യം റിപ്പോർട്ട് ചെയ്തു. ഈ സമയത്താണ് ഏകദേശം 75ഓളം ആളുകളെ ഭീകരന്മാർ മോചിപ്പിക്കുന്നത്. ഡോക്ടേഴ്സ് ഒരുപാട് മെഡിക്കൽ എയ്ഡ് കൊടുത്ത ആളുകൾക്കാണ് അവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള ഭാഗ്യം ശരിക്കും ലഭിച്ചത്. മെഡിക്കൽ എയ്ഡ് കൂടുതൽ ആവശ്യമുള്ള ആളുകളെ അവിടെ നിർത്തിയാൽ അവർ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ മരണം സ്വാഭാവികമായിട്ടും ഭീകരന്മാരുടെ തലയിൽ സർക്കാർ കെട്ടിവെക്കുമെന്ന് ആ ചേച്ചിനും ഭീകരന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അത്തരത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അവർ അതിവേഗം അവിടുന്ന് ഒഴിവാക്കിയത്. നാടകവുമായി ബന്ധിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന 1000ഓളം ആളുകളിൽ 400ഓളം ആളുകൾ അങ്ങനെ ഇപ്പോൾ പുറത്തെത്തിയെന്ന് പറയാം. ഈ 400ഓളം ആളുകളും സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് ആ നിമിഷത്തിലും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് വന്ന പല ആളുകളും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആണെങ്കിലും അവരുടെ ചുറ്റും സുരക്ഷാ സേനയുണ്ട്. അവർക്ക് അകത്തുള്ള ആ ഭീകരന്മാരുടെ സകല വിവരങ്ങളും അറിയണം. അകത്തുണ്ടായിരുന്ന ആളുകൾ അവർ ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സുരക്ഷാ സേനയ്ക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ആ തിയേറ്ററിലുള്ള ഭീകരന്മാരുടെ നേതാവായ മോവ്ലോ ബാറയോവുമായി NTV ചാനലിലെ ആളുകൾ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നത്. ജനാലയ്ക്ക് സമീപത്തേക്ക് ആ NTV ചാനലുകാരെ എത്തി ജനാലയിലുള്ള ബാറയോവുമായി സംസാരിക്കുകയായിരുന്നു. NTV ചാനലുമായി സംസാരിക്കുമ്പോൾ ബാറയോവ് അവരുടെ ഡിമാൻഡ് വ്യക്തമാക്കി. ചെച്നിയിൽ നിന്ന് മോസ്കോയിലേക്ക് ഏകദേശം 2000 കിലോമീറ്റർ ദൂരമുണ്ട്. 2000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഇവിടേക്ക് അവരെത്തിയത് ഒരു ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയാണ്. ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. അവർക്ക് ഇവിടെ വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുക സ്വർഗമാണ്. സ്വർഗരാജ്യത്തേക്കുള്ള യാത്ര ആരംഭിച്ചു എന്ന് ഞങ്ങളങ്ങ് കരുതിക്കൊള്ളാം. ബാറയോവിനെയും ടീമിനെയും ഒരു കാരണവശാലും അനുരഞ്ജന ചർച്ചയിലൂടെ റഷ്യൻ സർക്കാർ ആഗ്രഹിക്കുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് NTV ചാനലിലെ ആ ഇന്റർവ്യൂ 25-ാം തീയതി രാത്രി ടെലികാസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ ആളുകൾക്ക് തോന്നി തുടങ്ങിയാണ്. ബാറയോവിന്റെ വാക്കുകൾക്ക് അവിശ്വസനീയമായ വ്യക്തതയുണ്ട്. ഒരു ഞഞ്ഞാപഞ്ഞ ഡയലോഗും അയാളുടെ ഭാഗത്തു നിന്നില്ല. ആ ഇന്റർവ്യൂവിൽ അയാൾ അസന്നിഗ്ധമായി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടേക്ക് അവരെത്തിയത് അകത്തുള്ള ആ ബന്ദികളെ കൊല്ലാനോ പീഡിപ്പിക്കാനോ ഒന്നുമല്ല. അവരവിടെ എത്തിയത് റഷ്യയുടെ ശക്തരായ ഫോഴ്സിനെ നേരിടാൻ വേണ്ടിയാണ്. ചെച്നിയിൽ റഷ്യൻ ഫോഴ്സിന് നേരിട്ട് അവർക്ക് നല്ല തഴക്കവും പഴക്കവുമുണ്ട്. റഷ്യയുമായി നേർക്കുനേർ പോരാടി നേടിയ ഊർജവും ശക്തിയും അവരുടെ കൈമുതലായിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഈ റഷ്യ ഒരു വിഷയമേ അല്ല. ബാറയോവിന്റെ ആ ഡയലോഗ് പ്രസന്റേഷൻ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. റഷ്യയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബാറയോവിന്റെ ആ പ്രസ്താവനകൾ TV ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ TV വാർത്ത NTV റിലീസ് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തിയേറ്ററിന്റെ സമീപത്ത് ഒരു സംഭവം ഉണ്ടായി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബാരിക്കേഡ് ചാടിക്കിടന്ന ഒരു വ്യക്തി തിയേറ്ററിനുള്ളിലേക്ക് ഓടിക്കേറി. അയാളുടെ മകൻ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയാൾ തിയേറ്ററിനകത്തേക്ക് ഓടിക്കേറിയത്. തിയേറ്ററിനകത്തേക്ക് ഓടിക്കേറിയ അയാളോട് ചെച്നിക്കാർ അയാളുടെ മകൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അകത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അയാളുടെ മകനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വന്നതും ആ ചെച്നിയൻ റിബലുകൾ അയാളെ അവിടെ തന്നെ വെടിവെച്ച് വീഴ്ത്തി. അയാളുടെ ബോഡി അവര് ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സെക്യൂരിറ്റി ഫോഴ്സുകാർ ഓടി വന്ന് ആ ബോഡിയുമായി ബാരിക്കേഡിന്റെ പുറത്തേക്ക് എത്തി. അവിടെ എത്തുമ്പോഴാണ് ആ കൊല്ലപ്പെട്ട വ്യക്തി ഒരു ഗെന്നഡി വ്ളാക്ക് ആണ് എന്നുള്ള കാര്യം ആളുകൾ അറിയുന്നത്. അയാൾ എന്തിന് ആ തിയേറ്ററിനുള്ളിലേക്ക് ഓടിക്കേറി എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തതയുമില്ല. ശരിക്കും ഒരു കൺഫ്യൂഷൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ചാനലുകൾക്കും ഉണ്ടായി. ഗെന്നഡി വ്ളാക്കിന്റെ ആരാണ് തിയേറ്ററിനുള്ളിൽ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ചാനലുകൾ ചോദിച്ചു. ഗെന്നഡി വ്ളാക്കുമായി ബന്ധപ്പെട്ട് അയാളുടെ വീട്ടിൽ നിന്നും സമീപത്ത് നോക്കി വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും ഗെന്നഡിയുമായി ബന്ധപ്പെട്ട ആരും ആ ദിവസം തിയേറ്ററിൽ നാടകം കാണാൻ പോയിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ചാനലുകൾ ആ നിമിഷത്തിൽ റിലീസ് ചെയ്തത്. എന്നിട്ട് ഗെന്നഡി എന്തിന് ആ തിയേറ്ററിനുള്ളിലേക്ക് ഓടിക്കേറി? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ആ വിഷയം മാറുമ്പോഴേക്കും മറ്റൊരു സംഭവം ഉണ്ടായി. ഏകദേശം അർദ്ധരാത്രിയോട് അടുപ്പിച്ച് 30 വയസ്സുള്ള ഒരു ബന്ദി ഡെന്നിസ് അയാൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഓടുമ്പോൾ
ആ ചെച്ചിനിയൻ ഭീകരന്മാരിൽ ഒരാൾ അയാളെ കണ്ടു. അയാൾ ഡെന്നിസിനോട് നിൽക്കാൻ പറഞ്ഞെങ്കിലും ഡെന്നിസ് നിന്നില്ല. ആ നിമിഷത്തിൽ ആ ചെച്ചിനിയൻ റിബൽ ഡെന്നിസിന് നേരെ നിറയൊഴിച്ചതും അയാൾ തറയിലേക്ക് ചാടി വീണു. സ്വാഭാവികമായിട്ടും ആ ചെച്ചിനിയൻ റിബൽ വെടിയുണ്ടകളുടെ ലക്ഷ്യം ഒന്ന് താഴ്ത്തിപ്പിടിച്ചു. അങ്ങനെ താഴ്ത്തിപ്പിടിച്ചതും ആ വെടിയുണ്ടകൾ അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകളുടെ പുറത്ത് പതിക്കുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായി ചെച്ചിനിയൻ റിബലിന്റെ വെടിയേറ്റ് 2 സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആ 2 സ്ത്രീകളെ ഉടൻ തന്നെ ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. അകത്ത് നിന്ന് 2 സ്ത്രീകൾ ചോര ഒലിച്ച് പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ചാനലുകൾ ഒപ്പിയെടുത്ത് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. പുറത്തേക്ക് കൊണ്ടുവന്ന അവർ 2 പേരെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ നിമിഷത്തിൽ ഡെന്നിസ് ആ റിബലുകൾ പിടികൂടിയിരുന്നു. അയാളെ തൂക്കിയെടുത്ത് തിയേറ്ററിന് പുറകിലേക്ക് കൊണ്ടുപോകുന്നത് തിയേറ്ററിനകത്തുള്ള ആളുകളൊക്കെ കണ്ടു. TV ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടുകൂടി ശരിക്കും ഒരു ഭയം പല ആളുകൾക്കും ഉണ്ടായി. ചെച്നിയയുടെ റിബൽ ആളുകളൊക്കെ ചേർന്ന് അവിടെ ഒരു പ്രത്യേക റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക റിപ്പബ്ലിക്കിന് പകരമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്. അതിന്റെ നേതാവിന്റെ പേര് അസ്ലാൻ മാസ്ഖഡോവ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുയായി ഈ വിവരം അറിഞ്ഞിട്ട് ചെച്നിയൻ റിബലുകളോട് ബന്ധപ്പെട്ടു. തിയേറ്ററിനകത്തുള്ള ആ റിബലുകളുടെ നേതാവിനോട് നേരത്തെ ചെയ്തതുപോലുള്ള ഒരു കാര്യം ചെയ്യരുതെന്ന് അസ്ലാമിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അവരുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് നേരത്തെ സംഭവിച്ചിരിക്കുന്നത്. അകത്തുണ്ടായിരുന്ന 2 ബന്ദികൾ, അതും സ്ത്രീകൾ, ആ ചെച്നിയൻ റിബലുകളുടെ വെടിയേറ്റ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഈ വാർത്ത സ്പ്രെഡ് ആയാൽ ചെച്നിയൻ റിബലുകൾക്കുള്ള എല്ലാവിധ പിന്തുണയും അവിടെ അവസാനിക്കും. അസ്ലാമിന്റെ ആ ദൂതൻ അഖമദ് സഖയോവ് ആ കാര്യം ബാരയോവിനെ വ്യക്തമായി ധരിപ്പിച്ചു. ഈ ചർച്ച നടക്കുന്നത് 25-ാം തീയതി രാത്രി 2-നും 3-നും ഇടയിലാണ്. 25-ാം തീയതി രാത്രി ഏകദേശം ഒരു 3:30 മണിയായപ്പോൾ മറ്റൊരു വാർത്ത ചാനലുകൾ കോട്ട് ചെയ്തു. ആ തിയേറ്ററിന് പുറത്തുകൂടി റോന്തു ചുറ്റുകയായിരുന്ന റഷ്യയുടെ സുരക്ഷാ സേനയ്ക്ക് നേരെ അബദ്ധവശാൽ ഒരു ഗ്രനേഡ് ആക്രമണം തിയേറ്ററിനകത്തുനിന്നുണ്ടായി. ആ ആക്രമണത്തിൽ റഷ്യൻ സുരക്ഷാ സേനയുടെ 2 ഭടന്മാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് ചാനലുകൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ആ വാർത്ത ഒരു ടെൻഷൻ ഉണ്ടാക്കിയാണ്. തിയേറ്ററിന് ചുറ്റും റോന്തു ചുറ്റിയായിരുന്ന സെക്യൂരിറ്റി ഫോഴ്സിന് നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് തിയേറ്ററിലേക്ക് ഉറപ്പായും സെക്യൂരിറ്റി സേന ഇരച്ചു കയറുമെന്നുള്ള ഒരു വാർത്ത ചാനലുകൾ ബ്രേക്ക് ചെയ്തു. അപ്പൊ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. അതിന് ഉടൻ ഫലമുണ്ടായി. അകത്തുണ്ടായിരുന്ന ആ ചെച്നിയൻ ഭീകരന്മാർ പുറത്തെ ആ സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് നേരെ അതിശക്തമായി നിറയൊഴിച്ചു തുടങ്ങി. സെക്യൂരിറ്റി ഫോഴ്സുകാരും ആ ചാനൽ ക്യാമറകളും മാധ്യമ പ്രവർത്തകരും ആളുകളും ഒക്കെ പെട്ടെന്ന് ചിതറി ഓടി. ഒത്തിരി പുറകോട്ട് അവരങ്ങ് മാറി. ആ ഗണ്ണുകളുടെ റേഞ്ചിന് പുറത്തേക്ക് അവർ ഓടി മാറിയെന്ന് പറയാം. സ്വാഭാവികമായിട്ട് ആ വാർത്ത അപ്പം തന്നെ ലൈവായി ചാനലിൽ കാണിക്കുകയാണ്. റഷ്യ മുഴുവൻ ഉറക്കമഴിഞ്ഞിരുന്ന ഈ വാർത്ത കാണുകയാണെന്ന് പറയാം. അകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഘട്ടമാണ്. തിരിച്ചടിക്കാതെ റഷ്യൻ സേന പിന്മാറിയപ്പോൾ പതുക്കെ അകത്തുനിന്നുള്ള ഫയറിംഗ് അവസാനിച്ചു. എന്നാലും ശരിക്കും ഒരു ടെൻഷൻ സകല സ്ഥലത്തും ഉണ്ട്. ചാനലുകളിലൂടെ ആ വാർത്ത ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സംഭവ സ്ഥലത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ അക്ഷരം വിടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ടെൻഷൻ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് ആർക്ക് വേണമെങ്കിലും വായിച്ചെടുക്കാൻ പറ്റും. അപ്പോഴേക്ക് സമയം ഏകദേശം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മുഖത്തെ ടെൻഷന് ഒരു കാരണമുണ്ട്. അവരോട് സെക്യൂരിറ്റി ഫോഴ്സുകാർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അവര് ആ നിമിഷത്തിൽ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുന്നു. ചാനലുകളിലൂടെ ലൈവായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടേഴ്സിന്റെ കൺമുന്നിലൂടെ ആ ഭീകരന്മാർക്ക് കാണാൻ കഴിയാത്ത ശൈലിയിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു കൂട്ടം സെക്യൂരിറ്റി ഫോഴ്സിലെ ആളുകൾ കുനിഞ്ഞ് ആ തിയേറ്ററിന്റെ മതിലിന് പുറത്തുകൂടി പുറകുവശത്തേക്ക് നീങ്ങുന്നത് റിപ്പോർട്ടേഴ്സിന് നന്നായിട്ട് കാണാം. എന്തോ ഒരു അറ്റാക്ക് ആ സ്പെഷ്യൽ ഫോഴ്സുകാർ പ്ലാൻ ചെയ്യുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. അവരുടെ കയ്യിൽ പല സാധനങ്ങളുമുണ്ട്, ആയുധങ്ങളല്ലാത്ത സാധനങ്ങൾ. എന്താണ് സെക്യൂരിറ്റി ഫോഴ്സ് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം ആ റിപ്പോർട്ടേഴ്സിന് അറിയില്ല. അവരുടെ അടുത്തുകൂടിയാണ് ഇരുഭാഗത്തുകൂടിയും ആ തിയേറ്ററിനെ സെക്യൂരിറ്റി ഫോഴ്സുകാർ വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നേരത്തെ ആ ബാരിക്കേഡിന് അടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഫോഴ്സുകാർ ഒത്തിരി പിന്മാറിയിരിക്കുകയാണ്. അത് തങ്ങളുടെ ഒരു വിജയമായി ആ ഗാർഡുകൾ മനസ്സിൽ കരുതുമ്പോഴേക്കും മതിലിന്റെ പുറകുവശത്തുകൂടി സെക്യൂരിറ്റി ഫോഴ്സുകാർ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നിരുന്നു. ആ രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ച് അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ മേഖലയിലുള്ള വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇരുട്ടത്ത് ആ തിയേറ്ററിനകത്തുള്ള ആളുകളുടെ മൊബൈൽ ക്യാമറയിലെ വെട്ടത്തിലൂടെ മാത്രം പുറത്തുള്ള വിഷ്വലുകൾ കണ്ടുപിടിക്കാൻ പാടാണ്. ഭീകരന്മാർ വളരെ ജാഗരൂകരായി ജനാലകളിലൂടെയും വാതിലിന്റെ സമീപത്തും അവരുടെ ഗണ്ണുകളുമായി റെഡിയായി നിൽക്കുകയാണ്. ശരിക്കും ഒരു നിശബ്ദത എല്ലാ മേഖലയിലുമുണ്ട്. ആ നിമിഷത്തിൽ ലൈവായി
ചാനലുകളുടെ റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ലേഖകർക്കും റിപ്പോർട്ടേഴ്സിനും ആ നിമിഷമുണ്ടായ ആ വൈദ്യുതി തടസ്സത്തെ എങ്ങനെ വിലയിരുത്തുമെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള കമന്റും പറയാതിരുന്നാൽ ഒരു സംശയം ആ അകത്തുള്ള റിബലുകൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ചാനൽ റിപ്പോർട്ടേഴ്സ് അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു വൻ വൈദ്യുതി ഫെയിലുവർ ഉണ്ടായിരിക്കുകയാണ്, അതിവേഗം റെക്ടിഫൈ ചെയ്യപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. സ്പെഷ്യൽ ഫോഴ്സുകാർ വൈദ്യുതി ആ തിയേറ്ററിന് ചുറ്റും എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയും കൂടി ചാനൽ റിപ്പോർട്ടേഴ്സ് പറയുമ്പോഴേക്കും മതിലിനകത്തേക്ക് കടന്നിരുന്ന ഒരു വൻ ടീം കെട്ടിടത്തെ സമീപിച്ചു കഴിഞ്ഞു. കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ഏരിയയിലേക്ക് ആ ടീം ആഴ്ന്നിറങ്ങി. ഈ സംഭവ വികാസങ്ങൾ അകത്തുള്ള ആ ചെച്ചിനിയൻ റിബലുകൾ അറിഞ്ഞിട്ടില്ല. അവര് വൈദ്യുതി വരാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ തിയേറ്ററിനകത്ത് ഒരു പുക പരക്കുന്നത് അവരുടെ ദൃഷ്ടിപ്പെട്ടു. ഒരു വെളുത്ത പുക തിയേറ്ററിലെ AC സംവിധാനങ്ങൾ വഴി പുറത്തേക്ക് പതുക്കെ പതുക്കെ വരികയാണ്. ആ പുക വരുന്നത് കണ്ട സെക്യൂരിറ്റി ഗാർഡുകളുമുണ്ട്, കാണാത്ത ആളുകളുമുണ്ട്. അതുപോലെ തന്നെയാണ് അകത്തുള്ള തിയേറ്ററിലെ ആ ബന്ദികളും. ചിലരൊക്കെ പുക കണ്ടു, ചിലരൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സകലർക്കും ഒരു വിമിഷ്ടം പെട്ടെന്ന് അനുഭവപ്പെട്ടു തുടങ്ങി. ഇത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടിട്ടുള്ള ചില ആളുകൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് തല കുനിച്ച് സീറ്റിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ചെച്ചിനിയൻ റിബലുകളും ഉറക്കെ അവിടെയുള്ള ആ ബന്ദികളോട് പറഞ്ഞു, ഏയ് നിങ്ങളെല്ലാം തല കുനിച്ച് സീറ്റിലേക്ക് ചാഞ്ഞോളൂ, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അകത്തുള്ള ബന്ദികളുമായി കഴിഞ്ഞ 3 ദിവസത്തെ ഒരു അടുപ്പം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ അവർ ഇടപെടരുതെന്ന് ഒരു താല്പര്യം ആ റിബലുകൾക്ക് ഉണ്ടെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞ ആളുടെ ശബ്ദം വിളിച്ചു പറയുകയാണ്. അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും ആ തിയേറ്ററിൽ ഏതാണ്ട് മുഴുവനായും ഒരു വെളുത്ത പുക നിറഞ്ഞു കഴിഞ്ഞു. ആ വെളുത്ത പുക ആ തിയേറ്ററിൽ നിറഞ്ഞ് ഏതാനും മിനിറ്റുകളിലൂടെ കഴിഞ്ഞതും സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. ആ ഗ്യാസ് ആ തിയേറ്ററിൽ ഏതാണ്ട് പൂർണ്ണമായും വ്യാപിച്ചപ്പോൾ ഗ്യാസ് പ്രൊട്ടക്ഷൻ മാസ്ക് ഉണ്ടായിരുന്ന കുറച്ച് ചെച്ചിനിയൻ ഗർലകൾ ആ മാസ്ക് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് രൂക്ഷമായി നിറയൊഴിച്ചു തുടങ്ങി. അവിടെ ആ തിയേറ്റർ വളഞ്ഞ് അല്പം മാറി സെക്യൂരിറ്റി ഫോഴ്സുകൾ ഉണ്ടല്ലോ, അവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ തിയേറ്ററിൽ നിന്ന് അവർ നിറയൊഴിച്ചത്. അവര് അങ്ങനെ നിറയൊഴിച്ചെങ്കിലും പുറത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റ് നേരം തുരുതുര വെടിവെച്ചതിന് ശേഷം ആ റിബലുകൾ ആ വെടിവെപ്പ് നിർത്തി അകത്തെ കാഴ്ചയിലേക്ക് അവർ നോക്കുമ്പോൾ അകത്തും പുറത്തും ഇരുട്ടാണ്. അകത്തെ ഇരുട്ടിൽ പല ആളുകളും സീറ്റിൽ കുനിഞ്ഞിരിക്കുന്നുണ്ട്. നേരത്തെ സീറ്റിൽ കുനിഞ്ഞിരിക്കാൻ അവർ തന്നെയാണ് അവരോട് ആവശ്യപ്പെട്ടത്. ആ ആളുകൾക്ക് അനക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആ റിബലുകൾക്ക് ഒരു സംശയമുണ്ട്. അവരങ്ങനെ സംശയിക്കുമ്പോഴേക്കും ഒരു അനക്കം അവരുടെ ശ്രദ്ധയപ്പെട്ടു. അത് ആ മെയിൻ വാതിലിന്റെ ഭാഗത്താണ്. മെയിൻ വാതിലിന്റെ ഭാഗത്ത് ബൂട്ടുകളുടെ ശബ്ദമാണ് ആ ചെച്ചിനിയൻ റിബലുകൾ കേട്ടത്. അവർ അതിവേഗം ആ ബൂട്ടിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവരുടെ ഗണ്ണുകളുമായി ഓടിയെത്തുമ്പോൾ ഒരു വൻ സെക്യൂരിറ്റി ഫോഴ്സ് ടീം അകത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് കയറി വരികയാണ്. ഈ നിമിഷത്തിലാണ് ബേസ്മെന്റ് വഴിയും സൈന്യം ഇരച്ചു കയറിയത്. താഴെക്കൂടെയും മുകളിൽ കൂടെയും ഒരേ സമയത്ത് അകത്തേക്ക് ഇരച്ചു കയറിയ ആ സൈന്യം ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ റിബലുകളെ വെടിവെച്ച് വീഴ്ത്തി. റിബലുകളിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ സമയത്ത് ബോധമുണ്ടായിരുന്നത്. അകത്തേക്ക് ഇരച്ചു കയറിയ ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയ സെക്യൂരിറ്റി ഫോഴ്സുകാർ അകത്തുനിന്ന് ആളുകളെ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ലൈറ്റുകളെല്ലാം ഓണായി. ഇപ്പോൾ ചാനലുകൾക്ക് കൃത്യമായും വിഷ്വലുകൾ കിട്ടുന്നുണ്ട്. നേരത്തെ അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് ഇരുട്ടത്തുള്ള വെടിയുടെ ശബ്ദവും തീപ്പൊരി ചിതറുമ്പോഴുള്ള ആ കാഴ്ചയും മാത്രമാണ്. അകത്തുനിന്ന് അലറി കരച്ചിലൊക്കെ കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചാനലുകൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവരുടെ റിപ്പോർട്ടേഴ്സ് ലൈവായി അക്കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ആളുകളെ ചുവന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതേ നിമിഷത്തിൽ മറ്റൊരു കാഴ്ച കൂടി ചാനലുകൾ കണ്ടു. അനവധി ആംബുലൻസുകൾ പല മേഖലകളിൽ നിന്നായി ആ തിയേറ്റർ ഭാഗത്തേക്ക് ഓടി വരികയാണ്. തിയേറ്റർ ഭാഗത്തേക്ക് ഓടി വരുന്ന ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്താനുള്ള വഴി പക്ഷേ സെക്യൂരിറ്റി ഫോഴ്സുകാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായി ഈ വിവരം അറിഞ്ഞ് അവിടേക്ക് പാഞ്ഞെത്തിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ ഇടയിൽ ആംബുലൻസുകൾ പലതും പെട്ടു. ശരിക്കും വൻ ട്രാഫിക് ജാം മോസ്കോയിലെ ആ റോഡുകളിലുണ്ടായി. 100 കണക്കിന് കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും ഇടയിൽ ആംബുലൻസുകൾ പെട്ടുകിടക്കുമ്പോൾ ഏതാനും ആംബുലൻസുകൾ തിയേറ്ററിന്റെ മുന്നിലെത്തിയിരുന്നു. തിയേറ്ററിന്റെ മുന്നിൽ അതുവഴി കടന്നുപോയിരുന്ന ബസ്സുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ആ ബസ്സുകളിലേക്കും ട്രക്കുകളിലേക്കും കാറുകളിലേക്കും അകത്തുനിന്ന് ആളുകളെ എടുത്തുകൊണ്ടുവന്ന് ആ സെക്യൂരിറ്റി ഫോഴ്സുകാരും സേനാ ഉദ്യോഗസ്ഥരും കൊണ്ടിടുകയാണ്. ശരിക്കും കൊണ്ടിടുന്ന ആളിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല. ലൈവായി ആ വിഷ്വലുകൾ ഒപ്പിയെടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ ലേഖകർക്കും കൃത്യമായിട്ട് എന്താണ് സംഭവം എന്ന് അവരെ വീക്ഷിക്കുന്ന ആളുകളോട് പറയാനും പറ്റുന്നില്ല. വെടിയേറ്റ് വീണ ആളുകളെയാണോ എടുത്തുകൊണ്ട് വരുന്നതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല.
പക്ഷേ വെടിയേറ്റ ലക്ഷണമൊന്നും പലർക്കുമില്ല. അതിനപ്പുറത്തേക്ക് ആ തിയേറ്ററിനകത്ത് മറ്റെന്തോ സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു ധാരണ പലർക്കുമുണ്ട്. അകത്തുനിന്ന് എടുത്തുകൊണ്ടുവരുന്ന ആളുകളെ കിടത്താൻ പുറത്തു വാഹനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം വന്നതും കൊണ്ടുവന്ന ആളുകളേക്ക് അവിടെ ആ തിയേറ്ററിന്റെ മുന്നിൽ നിരത്തി കിടത്തുകയാണ്. അങ്ങനെ നിരന്നു കിടക്കുന്ന ആളുകളിൽ പലർക്കും അനക്കമില്ല, ചിലർക്ക് അനങ്ങുന്നുമുണ്ട്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ബോഡികളുടെ ഒരു നിര അവിടെ കിടക്കുകയാണ്. പെട്ടെന്നാണ് ആ ആളുകളുടെ എണ്ണം 500ഉം 600ഉമായിട്ടൊക്കെ അങ്ങ് വർദ്ധിച്ചത്. ഈ നിമിഷത്തിൽ അവിടേക്ക് മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവര് ആ നിരന്നു കിടക്കുന്ന ആളുകളെ പരിശോധിക്കുകയാണ്. ചിലർക്കൊന്നും ജീവനില്ല. ജീവനില്ലാത്ത ആളുകളേക്ക് അതിവേഗം മാറ്റിയിട്ട് ജീവനുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഡോക്ടേഴ്സ് കടക്കുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. ആ കിടക്കുന്ന ആളുകളുടെ പുറത്ത് ഒരു തരത്തിലുള്ള പരിക്കുമില്ല. പക്ഷേ ആ ആളുകളുടെ നാക്ക് അവർ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ചിലരുടെ കൂടെ വായിക്കൂടി രക്തം ഒഴുകുന്നുണ്ട്. ഒരു സഫോക്കേഷൻ അവർക്ക് അനുഭവപ്പെട്ടതിന്റെ ലക്ഷണം അവരുടെ മുഖത്തുനിന്ന് വിളിച്ചു പറയുകയാണ്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ അവസ്ഥ അത് തന്നെയാണ്. കിട്ടുന്ന വാഹനങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിവേഗം സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്തു തുടങ്ങി. ഈ നിമിഷത്തിൽ സേനയുടെ വിവിധ വിഭാഗങ്ങൾ നിരത്തിലിറങ്ങി ആ റോഡ് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ കിട്ടാവുന്ന വാഹനങ്ങളുമായും അല്ലാതെയും ആ തിയേറ്ററിനടുത്തേക്ക് ഓടിയെത്തുമ്പോൾ എൻറ്റയർ റോഡും ജാമായിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് പോലും ഒരു സെന്റിമീറ്റർ മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ നിമിഷത്തിലാണ് ആ തിയേറ്ററിനടുത്തുനിന്ന് പകുതി ജീവനുമായി ആളുകളുമായി പോകുന്ന ആ ആംബുലൻസുകൾ ചലിക്കാനാവാതെ സ്റ്റക്കായി നിന്നു പോകുന്നത്. ഒരു ജീവൻ മരണ പോരാട്ടം ശരിക്കും ആ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് നടത്തുമ്പോൾ ആ ആംബുലൻസിന് അകത്ത് ആളുകളെ കൂട്ടിയിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ചിലർക്ക് ജീവനുണ്ട്, ചിലർക്ക് ജീവനില്ല. ജീവനില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്കിടയിൽ പെട്ടുപോയ ഒരു സ്ത്രീ അവരുടെ പുറത്തുള്ള ബോഡികൾ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഒരു പിടിയില്ല. അവിടെ പുറത്ത് അനവധി ബോഡികളുണ്ട്. ആ ബോഡികൾ തള്ളി മാറ്റി അവര് ശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എങ്ങനെയോ ഭാഗ്യത്തിന് ആ വാഹനം അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹോസ്പിറ്റലിലെ ജീവനക്കാർ ഓടി വന്ന് ആ വാഹനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ അകത്ത് ചാള അടുക്കിയിട്ടിരിക്കും പോലെ ആളുകളെ അടുക്കിയിട്ടിരിക്കുകയാണ്. ആ ആളുകളുടെ മുകളിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആ കാഴ്ച ശരിക്കും ആ ഹോസ്പിറ്റൽ ജീവനക്കാരിൽ ഉണ്ടാക്കിയ ഞെട്ടലിന് അളവില്ലെന്ന് പറയാം. ഒരു പരുവത്തിൽ അവർ ആ സ്ത്രീയെ എടുത്ത് നേരെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയി. ഈ രംഗം പല ഹോസ്പിറ്റലിലും പല ശൈലിയിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകളെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടേഴ്സ് അധികാരികളോട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്, എന്താ സംഭവിച്ചത്? അവര് അതിനെക്കുറിച്ച് ഒന്ന് പറയുന്നു. അവർക്ക് ഒരു മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ചികിത്സിച്ചു തുടങ്ങിയാണ്. ഈ നിമിഷത്തിൽ നാക്ക് കുരുങ്ങിയിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ചില ഡോക്ടർമാർക്കെങ്കിലും ഒരു സംശയം തോന്നി. എന്തോ അവർ ശ്വസിച്ചിരിക്കുകയാണ്. ആ ശ്വാസം മുട്ടൽ തടുക്കാൻ പറ്റാതെ അവര് നാക്ക് കടിച്ചു പിടിച്ചതാണ്. ഈ സമയത്ത് ചാനലുകൾ വഴി ആ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. അകത്തേക്ക് ഇരച്ചു കയറിയ സെക്യൂരിറ്റി ഫോഴ്സുകാർ എല്ലാവരും ഒരു മാസ്ക് ധരിച്ചിരുന്നു. അവർ ആ മാസ്ക് ധരിക്കണമെങ്കിൽ അത് ധരിക്കാനുള്ള നിർദ്ദേശം അവർക്ക് കിട്ടിയിരിക്കണം. ആ മാസ്ക് ഒരു പോയിസണസ് പ്രൊട്ടക്ഷനുള്ള മാസ്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം ചാനലുകൾ ബ്രേക്ക് ചെയ്തു. ടിവികളിലൂടെ ആ വാർത്ത അറിഞ്ഞ പലരും ഡോക്ടേഴ്സിനോട് അക്കാര്യം പറഞ്ഞു. എന്തോ പോയിസണസ് ഗ്യാസ് തിയേറ്ററിനകത്ത് സെക്യൂരിറ്റി ഫോഴ്സ് ഉപയോഗിച്ചു. അങ്ങനെ ആളുകളെ മയക്കി കിടത്തിയതാണ്. എന്ത് ഗ്യാസാണ് ഉപയോഗിച്ചത് അതാണ് ഇനി അറിയേണ്ടത്. ഗ്യാസ് ഏതാണെന്ന് അറിഞ്ഞാലേ അതിന്റെ മറുമരുന്ന് ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കാൻ പറ്റും. അത് തിരക്കി സകല മേഖലയിൽ നിന്നുള്ള അന്വേഷണം ഉണ്ടായെങ്കിലും ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മറുപടി ഉണ്ടായില്ല. ശരിക്കും ടെൻഷൻ ഇങ്ങനെ കൂടുകയാണ്. അപ്പോഴേക്കും സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട ആളുകളുടെ എണ്ണത്തിൽ ആദ്യം കേട്ടത് ആ 40ഓളം ഭീകരന്മാരാണ്. പിന്നീടാണ് അറിയുന്നത് അവർക്ക് പുറമെ അകത്ത് ബന്ദികളാക്കപ്പെട്ട ആളുകളിൽ 70ഓളം ആളുകൾ മരിച്ചു വന്നു. അപ്പൊ ആകെ മരണം 110ആയി. പിന്നീട് അത് 120ആയി, 130ആയി. അനുനിമിഷം ആ എണ്ണം അങ്ങനെ കൂടിക്കൂടി വരികയാണ്. അകത്തുണ്ടായിരുന്നത് ഏകദേശം 600ലധികം ആളുകളാണ്. തിയേറ്ററിനകം പരിശോധിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളുടെ ഇടയിലേക്ക് ഓടിക്കേറിയ ഗന്നഡിയുടെ ഡെഡ് ബോഡി സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് കിട്ടിയിരുന്നു. അനവധി സ്ഥലങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ട നിലയിൽ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ആ ബോഡികളൊക്കെ റിമൂവ് ചെയ്യുകയാണ്. എൻറ്റയർ ആളുകളെയും തിയേറ്ററിനടുത്തുനിന്ന് റിമൂവ് ചെയ്ത് വിവിധ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 24 hours ടെലികാസ്റ്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ അവിടെ മോസ്കോയിൽ എത്തിച്ചിട്ടുണ്ട്. റഷ്യക്ക് അകത്തും പുറത്തുമുള്ള ഒരുപാട് മാധ്യമങ്ങൾ സ്ഥലത്തുണ്ട്. റഷ്യക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ശൈലിയിൽ മാധ്യമങ്ങൾ ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട വിഷ്വലുകൾ ശേഖരിക്കുകയും അത് അപ്പടി തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ആ തിയേറ്ററിനകത്തേക്ക് കയറിയ ചാനലുകൾ
അവിടെ പല വിഷ്വലുകളും ഒപ്പിയെടുത്തിരുന്നു. മരിച്ച് അനക്കമില്ലാതെ അവിടെ ആ കസേരയിൽ ചാരിയിരിക്കുന്ന ഒരു സ്ത്രീ, കമന്നിരിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള ഒത്തിരിയേറെ വിഷ്വലുകൾ എടുത്തിരിക്കുകയാണ്. അവരൊക്കെ എങ്ങനെ മരിച്ചു? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം എന്ന ശൈലിയിൽ ചാനലുകൾ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായി. ആ ചെച്നിയൻ റിബലുകൾ മുഴുവൻ ആളുകളെയും കൊല്ലുമെന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവരെ നിർവീര്യരാക്കാൻ ഒരു സെഡേറ്റീവ് ആ തിയേറ്ററിനകത്തേക്ക് കയറ്റിവിടാൻ സെക്യൂരിറ്റി സേന നിർബന്ധിതമായിരുന്നു. ഒരു ഗേഷ്യൽ ഫോമിലാണ് ആ സെഡേറ്റീവ് അകത്തേക്ക് കടത്തിവിട്ടത്. ഏതാണ് ആ സെഡേറ്റീവ് എന്ന കാര്യം മാത്രം ഔദ്യോഗിക വിശദീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായില്ല. ആ വിശദീകരണം കൃത്യമായിട്ടും ആ സെഡേറ്റീവിനെ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ മറുമരുന്ന് ഹോസ്പിറ്റലുകാർക്ക് ആ സമയത്തിന് ഇറക്കാൻ പറ്റിനെ. ആ വിവരം അറിയാതെ മരുന്നുകൾ മാറി മാറി കൊടുക്കുന്നിടയിൽ പല ആളുകളും മരണത്തിലേക്ക് എത്തുകയും ചെയ്തു. മരിച്ച ആളുകളുടെ എണ്ണം അങ്ങനെ 170 മരിക്കാത്ത ആളുകൾ അതിലേറെ അപകടത്തിൽ പെടുകയും ചെയ്തു. ഒത്തിരിയേറെ ആളുകൾക്ക് ശ്വസിച്ച ആ വിഷത്തിന്റെ ദൂഷ്യഫലം പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടി വന്നു എന്നാണ് സത്യം. ഫെന്റാനിലിൻ എന്ന അതീവ ഗുരുതര ഭവിഷ്യത്ത് ഉളവാക്കുന്ന ഒരു സെഡേറ്റീവ് ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചത്. അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആയിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾക്ക് അത് ഫെന്റാനിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയേ. കാലങ്ങൾക്ക് ശേഷം അവിടുന്ന് രക്ഷപ്പെട്ട ബ്രിട്ടീഷ് ഹോസ്റ്റേജസിനെ ഒരുപാട് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയപ്പോഴാണ് ബ്രിട്ടീഷ് ഔദ്യോഗിക ഏജൻസി അത് ഫെന്റാനിലാണെന്ന് കണ്ടെത്തിയത്. US-ഉം ജർമ്മനിയും അതുപോലെ ഉക്രൈനും ഒക്കെ പിൽക്കാലത്ത് അത് കണ്ടെത്തിയിരുന്നു. പക്ഷെ അപ്പോഴും റഷ്യ അവരുപയോഗിച്ച ആ വസ്തു ഏതാണെന്ന് സൂചിപ്പിച്ചിട്ടേ ഇല്ല. കാലം മുന്നോട്ട് പോകുന്തോറും റഷ്യയ്ക്ക് മുകളിലുള്ള പ്രഷർ കൂടുകയും ചെയ്തു. ചെച്നിയയിൽ അതിശക്തമായി തന്നെ സ്വാഭാവികമായിട്ടും പിന്നീട് റഷ്യ ഇടപെട്ടു. ചെച്നിയൻ റിബലുകൾ അതുപോലെ അതിശക്തമായി വൻ ചാവേർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ യൂറോപ്യൻ കോടതിയിൽ ഈ കേസ് എത്തി. വൻ നഷ്ടപരിഹാരമാണ് റഷ്യയ്ക്ക് മുകളിൽ യൂറോപ്യൻ കോടതി വിധിച്ചത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അന്നത്തെ ദിവസം അവിടെ സംഭവിച്ചത്. അവിടെ ഗ്യാസ് ഉപയോഗിച്ചതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ആ ഗ്യാസ് ഉപയോഗിച്ച് നിശ്ചിത സമയത്തിനകം അവിടെ എത്തിയ ആ മെഡിക്കൽ ടീമിനോടെങ്കിലും റഷ്യ ആ കാര്യം പറയണമായിരുന്നു. ഇന്നതാണ് അവിടെ ഉപയോഗിച്ച രാസവസ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ ആ രാസവസ്തുവിനുള്ള മറുമരുന്നുമായി അവിടേക്ക് അവർക്ക് എത്താൻ പറ്റിയേനെ. അതുപോലെ സെക്യൂരിറ്റി സേന ഉറപ്പായും ആ മറുമരുന്ന് കൈ കരുതേണ്ടതായിരുന്നു. ആളുകളെ രക്ഷിച്ചാൽ ഉടൻ ആ മറുമരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 150 ആളുകളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയേനെ. ജീവൻ രക്ഷപ്പെട്ട ആളുകളുടെ സൈഡ് എഫക്റ്റ് ഒഴിവാക്കാനും ആ സംഭവത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അത് രണ്ടും ചെയ്യാതിരുന്നത് തികച്ചും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, ആംബുലൻസുകൾ അവിടേക്ക് വേണ്ടിവരും എന്ന കാര്യം അറിഞ്ഞിട്ടും അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കാതിരുന്നതാണ്. റോഡ് മുഴുവൻ ബ്ലോക്കായപ്പോൾ അത് മുൻകൂട്ടി സെക്യൂരിറ്റി സേന പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ഒരു മാസ് അറ്റാക്ക് നടത്തുമ്പോൾ അടിയന്തരമായി അവിടെ നിന്ന് ആളുകളെ ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകാനായി ആംബുലൻസുകൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ഒരു പാത അനിവാര്യമായി ആവശ്യമായിരുന്നു. അത് ഒരുക്കാൻ ആ സെക്യൂരിറ്റി സേനയ്ക്ക് കഴിഞ്ഞില്ല. മൂന്നാമത്തത്, അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽ മരിച്ചവരും മരണത്തെ മുഖാമുഖം കാണുന്നവരും ഒക്കെ ഉണ്ട്. അവരെ കൊണ്ടുവന്ന് തറയിൽ അങ്ങനെ നിരത്തി കിടത്തിയിരിക്കുകയാണ്. ശരിക്കും ആ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല. അവർ പുറത്തേക്ക് എത്തിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കാൻ പറ്റിയനെ. എത്രയെങ്കിലും സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവർ പലർക്കും എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ കൊടുത്തത്. നാലാമതായി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ വാഹനങ്ങൾക്കകത്തുള്ള ആളുകളാണ്. മരിച്ചതും മരിച്ചുകൊണ്ടിരിക്കുന്നതും ജീവനുള്ളതുമായ ആളുകളെ ചാള അടുക്കുന്ന പോലെ അടുക്കിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഈ ലോകത്ത് ഒരിടത്തും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു കാഴ്ച അന്ന് അവിടെ കണ്ടു. ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ ജനത്തോട് പ്രതിബദ്ധതയുള്ള ഒരു രാജ്യവും ശ്രമിക്കത്തില്ല. വ്ളാഡിമിർ പുടിൻ ശക്തനാണെന്നൊക്കെ പറയുമ്പോൾ ശക്തി കാണിക്കേണ്ടത് സാധാരണ ജനത്തിന് മുകളിൽ ഇതുപോലെയല്ല. മാധ്യമങ്ങളും കോടതിയും എന്ന് വേണ്ട സകല ആളുകളും ആ കാര്യത്തിൽ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും ഈ ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു തിയേറ്റർ ക്രൈസിസിനെ തികച്ചും നിരുത്തരവാദമായ ശൈലിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് പുടിൻ ഉണ്ടാക്കിയത്. ചെച്നിയെ ഒരു കാരണവശാലും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല.
അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ കാര്യത്തിൻ്റെ പേരിൽ അന്ന് അവിടെ നടന്ന ആ തിയേറ്റർ ക്രൈസിസ് കൈകാര്യം ചെയ്ത രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ശൈലിയിലല്ല. അവിടെ ചെയ്യാമായിരുന്ന 100,000 കാര്യങ്ങൾ ചെയ്യാതെ ആ മരണസംഖ്യ കൂട്ടിയതിൽ പുടിനുള്ള ഉത്തരവാദിത്വം ഒരാൾക്കും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ലോക നേതാക്കൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തെ വളരെ വളരെ പ്രതികൂലമായി ബാധിക്കും. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ജപ്പാൻ വളരെ ആകസ്മികമായിട്ട് ആ പോൾ ഹാർബർ എന്ന സ്ഥലം ആക്രമിക്കുന്നത്. അവിടെ ജപ്പാൻ നിവാസികളും അമേരിക്കൻ നിവാസികളും ഒരുപോലെയുള്ള സ്ഥലമാണ്. അവിടെയുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിച്ച ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റി എഴുതിയിരുന്നു. ആ പോൾ ഹാർബർ യുദ്ധത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നേതാക്കളുടെ തീരുമാനങ്ങൾ ഒരു സമൂഹത്തെയും ഒരു ജനതയും എവിടെ എത്തിക്കുമെന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഈ രണ്ട് കഥകളും നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.